മെൻഷൻ ചെയ്തപോലെ ഞാൻ ഒക്ടോബർ 1-ാം തീയതി ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇടാനായിട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാപ്പു, അമൃത ചേച്ചിയുടെ മകൾ പാപ്പു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവള് ബർത്ത്ഡേക്ക് ശേഷം വലിയൊരു കോൺട്രവേഴ്സി, വലിയൊരു ഇഷ്യൂ ഉണ്ടായി. അപ്പം അത് എടുക്കാൻ വയ്യാഞ്ഞിട്ട് ആ കൊച്ചി അവളുടെ ഒരു സ്വന്തമായ ഒരു തീരുമാനം, അവളുടെ ആ ഒരു പ്രായത്തിന്റേതായ രീതിയിൽ അവൾ സ്വന്തമായിട്ട് ഒരു വീഡിയോ എടുത്ത് അവൾ അപ്ലോഡ് ചെയ്തു. അത് വലിയ രീതിയിൽ ബാക്ക് ഫെയർ ചെയ്തു. ആക്ച്വലി അവൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി അവളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. അതായത് എന്റെ മമ്മി കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കുറെ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അത് എന്റെ പേര് പറഞ്ഞിട്ടാണ്. ഇനി എന്റെ മമ്മി അത് ഫേസ് ചെയ്യേണ്ട, അത് മമ്മി ഡിസേർവ് ചെയ്യുന്നില്ല. ഞാൻ വന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ വന്ന് സംസാരിക്കും. ആ ഒരു മൈൻഡിലാണ് ആ കൊച്ചു ആ വീഡിയോ ഒന്നും ചെയ്തത്. അത് നല്ല ഉദ്ദേശത്തോടെ അതിനറിയില്ലല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന എന്താ പറയാ, അമ്മയെ തല്ലിയാലും രണ്ടു വശം എന്ന് പറയുന്ന ആളുകളുള്ള ഒരു നാടാണെന്ന് ആ കൊച്ചിന് അറിയത്തില്ലല്ലോ. അതിന് 12 വയസ്സേ ഉള്ളൂ. അപ്പൊ ചോദിക്കും 12 വയസ്സായ കൊച്ചു ഒരു വീഡിയോ ഒക്കെ ചെയ്യുമെന്ന്. അവൾ സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ള കുട്ടിയാണ്. അപ്പൊ അവൾ ആദ്യമായിട്ടല്ല ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്നത്. അവൾക്ക് അത് ശീലമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതാണ് ആ കുഞ്ഞ് അങ്ങനെ ഒരു സാധനം ചെയ്യാനായിട്ടുണ്ടായിരുന്നുള്ള സാഹചര്യം. അപ്പോ അതിനു മുമ്പാണെങ്കിലും അവളുടെ സ്കൂളിലാണെങ്കിൽ കുറെ ഇഷ്യൂസ്. കഴിഞ്ഞ ദിവസം എലിസബത്ത് ഉദയൻ കുറെ കാര്യങ്ങൾ ഒരു വ്യക്തിയെ കുറിച്ചുകൂടെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആരെക്കുറിച്ചാണെന്ന് നമ്മൾ ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അല്ലേ. അപ്പം അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്, ആരെ വിശ്വസിക്കണം, അല്ലെങ്കിൽ ഇവരൊക്കെ പിന്നിൽ നിന്ന് കുത്തുന്നവരെയാണോ ഞാൻ വിശ്വസിക്കേണ്ടത് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു എലിസബത്ത് ആ ഒരു വീഡിയോ ചെയ്തത്. ഓൾറെഡി ആ പ്രമുഖ നടന്റെ പേരിലുള്ള കാര്യങ്ങളില്ല, അത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് എലിസബത്ത് കുറേയേറെ കാര്യങ്ങൾ വീഡിയോ ചെയ്തതും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ അത് അപ്ലോഡ് ചെയ്തതും. അതിന് ശരിക്കും കോൺസിക്വൻസ് ഇവർ അനുഭവിച്ചു. എന്തായാലും ആ ഒരു വീഡിയോയുടെ ക്ലാരിഫിക്കേഷൻ എന്താണെന്നും അല്ലെങ്കിൽ എലിസബത്ത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന്റെ ഒരു ക്ലാരിഫൈ ചെയ്തുകൊണ്ട് അമൃത സുരേഷിന്റെ ഫ്രണ്ടായ കുക്കു എന്നുള്ള രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരി ഇതുമായി ബന്ധപ്പെട്ട് 1 അവറിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായത്. നമ്മൾ അത്രയൊന്നും ആ വീഡിയോ എടുക്കുന്നില്ല, അതിന്റെ ഇമ്പോർട്ടന്റ് മെയിൻ പോർഷൻ മാത്രം എടുത്ത് ഒരു വീഡിയോ ചെയ്യുകയാണ്. അഥവാ ആ വീഡിയോയിൽ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ അവരുടെ ആ വീഡിയോ കണ്ടാൽ മതി. ജസ്റ്റ് അതിൽ എല്ലാ ഡീറ്റെയിൽസും അവർ അമൃത സുരേഷും ഈ ഒരു നടന്റെ കുറിച്ചും അതുപോലെ എലിസബത്തിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അതിലെ കുറച്ച് പോർഷൻസ് നമുക്ക് ഇതൊന്ന് കേട്ട് നോക്കാം. എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായി. ആ കൊച്ചു വീട്ടിൽ വന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയി. എന്താ പറയാ, ആ സമയത്ത് അമൃത ചേച്ചി അബ്രോഡ് ഷോയ്ക്ക് പോയേക്കായിരുന്നു. അപ്പൊ അന്ന് അഭിരാമി ചേച്ചി ആയിരുന്നു ഉണ്ടായിരുന്നത്. അഭിരാമി ചേച്ചിയാണ് പാരന്റ് എന്നുള്ള രീതിയിൽ സ്കൂളിൽ പോയി ഇഷ്യൂസ് ഒക്കെ സോർട്ട് ചെയ്ത്. അപ്പൊ ഈ ഇഷ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കൊച്ചിന്റെ ബർത്ത്ഡേ വരുന്നത്. പിന്നീട് കുഞ്ഞിന്റെ ബർത്ത്ഡേ ചൊല്ലിയിട്ട് വലിയ വലിയ അലിഗേഷൻസും വലിയ വലിയ കോൺട്രവേഴ്സീസും ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ട് പാപ്പുന്റെ സ്ഥാനത്ത് ഒരു പക്ഷെ ഞാനാണെങ്കിൽ ഇത് തന്നെ ഞാൻ ചെയ്യുള്ളൂ, എന്റെ അമ്മയെ സേവ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൊച്ചിന് ഭയങ്കര ബാഡ് ആയിട്ട് ഒരു സൈബർ ബുള്ളിങ് ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് ഞാൻ എന്റെ ആദ്യത്തെ വീഡിയോ ചെയ്യുന്നത്. അത് പക്ഷെ അത്രയും എന്താ പറയാ ഇതാവേണ്ട ഒരു സാഹചര്യം ആയിരുന്നില്ല. അത് അത്രയും വൈറലാവേണ്ട സംഭവമായിട്ടൊന്നും ഞാൻ എടുത്തൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ അത് എന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോഴും ആ വീഡിയോ കിടപ്പുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കഴിഞ്ഞ് പിന്നീട് ഇത് വലിയൊരു കത്തിക്കേറലായിട്ട് വേറെ പ്രശ്നമായിട്ട് നടന്നു. ആ സാഹചര്യത്തിലാണ് അമൃത ചേച്ചിയും ഈ പറയുന്ന എലിസബത്ത് ചേച്ചിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടാവുന്നത്. അന്ന് ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമൃത ചേച്ചി ഓൾറെഡി ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന്, ഈ പറയുന്ന പ്രമുഖ നടന്റെ അടുത്ത് നിന്ന് കുറെ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആ ഫാമിലി കുറെ വർഷം 10-14 വർഷമായിട്ട് അവർ അനുഭവിക്കുന്നത്. അത് നേരിട്ട് നിന്നും അല്ലാതെ എലിസബത്ത് ചേച്ചിക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടാണ് അല്ലെ. ഞാനപ്പോ അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതേപോലെ തന്നെ അമൃത ചേച്ചി എന്തൊക്കെയാണോ അനുഭവിച്ചത് അതേ കാര്യം വേറെ പെണ്ണും അനുഭവിച്ചു. അത് പുള്ളിക്കാരി അഡ്മിറ്റ് ചെയ്തു. പുള്ളിക്കാരി പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെപ്പറ്റി അറിയാം, നമ്മൾ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെ പുള്ളിക്കാരി അതാണ് സത്യം, അത് സത്യമാണെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത് പറയുന്നത്. അതും കൂടി അറിഞ്ഞപ്പോ ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാലോ. ഞാനും ചൈൽഡ്ഹുഡ് ട്രോമയുള്ള, ഞാനും എന്റെ ഒരു ചെറുപ്പകാലത്ത് സെക്ഷൽ അബ്യൂസ് ചെയ്യപ്പെട്ട ഒരാൾ തന്നെയാണ്. ഞാൻ അത് ഓപ്പൺ ആയിട്ട് പറയുന്നതിൽ എനിക്ക് മറ്റേ നാണക്കേടോ അല്ലെങ്കിൽ മറ്റേ ഒരു ഗിൽഫീൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്റെ കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയും. അപ്പൊ ഞാനും ഇതിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ഒരാളായതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീലിങ്സ് നമുക്ക് മനസ്സിലാവും. ആ ഒരു അത് എനിക്കോ പറ്റി, എനിക്കന്ന് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാനത് കുഞ്ഞായിരുന്നു. പിന്നീട് ഞാൻ വലുതായി. അപ്പൊ അതിന്റെ ഒരു ഇതായിട്ട് ഞാൻ എന്റെ മൊത്തത്തിൽ എന്റെ ഒരു ആറ്റിറ്റ്യൂഡ് മാറുമായിരുന്നു. ഞാൻ കുറച്ചും കൂടി ബോഡി ഷേപ്പ് മറ്റേ ഞാൻ സ്ട്രോങ് ആകാൻ മറ്റേ നിങ്ങളുടെ ലുക്ക് കണ്ടതിന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ ഒരു വൈബിലേക്ക് മാറി. ഞാൻ മറ്റേ നീ എന്നെ തൊട്ടാൽ തന്നെ ഞാൻ തല്ലു, ആ ഒരു മൂഡിലേക്ക് എത്തി. അപ്പൊ എന്നോട് ഇനി ആരെങ്കിലും ഒരു മോശമായ രീതിയിൽ എന്നെ നോക്കിയാൽ തന്നെ ഞാൻ റിയാക്ട് ചെയ്യും. ഞാൻ ഭയങ്കര ഇതായിട്ട് തന്നെ റിയാക്ട് ചെയ്യുന്നത്. അത് എന്റെ ട്രോമ ആണോ. അപ്പൊ 14 വർഷം അവർ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ 5 വർഷം അവസാനത്തെ 5 വർഷം ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മളത് കാണുമല്ലോ, അതിന്റെ ഒരു ഭീകരത നമുക്കറിയാലോ. അപ്പൊ അങ്ങനെ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോ ഈ ഒരു സിറ്റുവേഷൻ കാരണം അപ്പൊ അമൃത ചേച്ചി അനുഭവിച്ചു. അത് പിന്നെയും വേറൊരു പെണ്ണ് അനുഭവിച്ചു. നാളെ ഇനി ഒരു പെണ്ണ് ഇത് അനുഭവിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഇപ്പൊ അന്ന് ആ 14 വർഷത്തിൽ അന്ന് അമൃത ചേച്ചി ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നൊരു എലിസബത്ത് ഉണ്ടാവില്ലായിരുന്നു എന്നെനിക്ക് അന്ന് ചിന്തിച്ചു. പക്ഷെ അന്ന് അമൃത ചേച്ചി പറയാതിരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്, ഒരു കാരണമുണ്ട്. കാരണം അമൃത ചേച്ചിയും ഈ പറയുന്ന പ്രമുഖ നടനും തമ്മിൽ ലീഗലി മാരീഡ് ആയിരുന്നു. അവർ ലീഗലി മാരീഡ് ആയിട്ട് ലീഗലി ഡിവോഴ്സ് ആവുന്ന സാഹചര്യത്തിൽ എനിക്ക് സ്വത്ത് വേണ്ട, പണം വേണ്ട, അതായത്
വീട്ടിൽ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസകളാണ് അവര് മറ്റേ 100 പവനിനടുത്ത് സ്വർണം ചേച്ചിക്കുണ്ടായിരുന്നു. ഒരു കാറുണ്ടായിരുന്നു. അവർ താമസിച്ചുകൊണ്ട് ഇരിക്കുന്ന വീടിന്റെ ഒരു പകുതി ഷെയർ എന്തോ ചേച്ചിയുടെയാണ്. ഇതൊക്കെ അപ്പോഴേക്ക് ഈ അമൃതയുടെ കയ്യിൽ എന്തോ ഇത്രയും പൈസ ആണ്. അമൃത അന്ന് പാട്ട് പാടിയും അല്ലാതെയൊക്കെ ഉണ്ടാക്കിയ പൈസ, പിന്നെ വീടിന്റെ ഏതാണ്ടൊക്കെ അവർ പറയുന്നത് എന്തൊക്കെയോ ചെയ്തിട്ട് ഉണ്ടാക്കി അവർ കുറച്ച് പൈസയില് അവർ ചെയ്ത ഇത്രയും കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് എന്റെ കൊച്ചിനെ മാത്രം മതി, എനിക്ക് എന്റെ ജീവൻ മതി, എന്റെ കൊച്ചിനെ മതി എന്നും പറഞ്ഞ് ആ കൊച്ചിനെ എടുത്തോണ്ട് ഓടി രക്ഷപ്പെട്ടൊരു സ്ത്രീയാണ് അമൃത ചേച്ചി. ഇന്നത്തെ കാലത്ത് നിങ്ങൾ ന്യൂസും കാര്യങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അമ്മ മറ്റേ 14ാമത്തെ നിലയിൽ കാമുകന് വേണ്ടി കൊച്ചിനെ എറിഞ്ഞു കൊന്നു, തല്ലിക്കൊന്നു, ചവിട്ടിക്കൊന്നു, വിഷം കൊടുത്തു കൊന്നു എന്ന് പറഞ്ഞ് ഇന്നത്തെ കാലത്ത് സ്വന്തം കൊച്ചിനെ മതി, എനിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ് കൊച്ചിനെ എടുത്ത് ഓടിയ ഒരു സ്ത്രീയാണ് എന്റെ അമൃത ചേച്ചി. അപ്പൊ അവർക്കിടയില് ഡിവോഴ്സ് നടക്കാൻ നേരം ഒരു എഗ്രിമെന്റ് ഉണ്ട്. അത് ഞാൻ എന്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാവും. ഞാൻ ഇത് വീണ്ടും വന്നിരുന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം കരിവാരി തേക്കാനോ കുറ്റപ്പെടുത്താനോ മോശപ്പെടുത്തി സംസാരിക്കാനോ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ വീണ്ടും കേസ് റീ ഓപ്പൺ ആവും, കൊച്ചിന്റെ കസ്റ്റഡി സീന് വീണ്ടും വന്ന് ഒരു സീനായിട്ട് മാറും എന്നൊരു സാധനം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സംഭവം കാരണവും പിന്നെ അമൃതേച്ചി ഈ പറയുന്ന പ്രമുഖ നടനെ വിവാഹം കഴിക്കുന്നതും ഡിവോഴ്സ് ആവുന്നതുമായ സമയം ഏകദേശം ഒരു 18 വയസ്സ് മുതൽ ഒരു 24 വയസ്സിനിടയിലുള്ള ടൈമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്ന എന്നെക്കാളും പ്രായം കുറവായിരുന്നു അന്ന് ആ പുള്ളിക്കാരിക്ക്. അപ്പൊ അവരുടെ മെച്യൂരിറ്റിയും അവരുടെ മൈൻഡ് സെറ്റും വളരെ വേറെയാണ്. അപ്പൊ അവർക്ക് ഇത്രയേ ഉള്ളൂ, ഇനി ഞാൻ എന്തെങ്കിലും സംസാരിച്ച് എന്റെ കൊച്ചിന്റെ കസ്റ്റഡി വീണ്ടും ഒരു പ്രശ്നം ആവണമെന്ന് പറഞ്ഞിട്ട് അവർ സൈലന്റ് ആയിട്ടിരുന്നത് അവർക്ക് പറയാലോ, അല്ലാതെ അതിനപ്പുറമൊന്നുമില്ല. പക്ഷെ അവരന്ന് സൈലന്റ് ആയിട്ട് ഇരുന്നുകൊണ്ടാണ് ഇന്നൊരു എലിസബത്ത് ഉണ്ടായത്. നാളെ വേറൊരു എലിസബത്ത് അമൃത സുരേഷ് ഉണ്ടാവണ്ടെന്നുള്ള സിറ്റുവേഷനിലാണ് നമ്മളിത് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വേറെ രീതിയിൽ ഫേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്റെ ട്രോമ ട്രിഗേർഡ് ആയതാണ് ആ സമയത്ത്. ഇനി ഒരു പെണ്ണിന് ഈ സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് എന്താ എന്നെ അവർ പല പ്രാവശ്യം കേസ് കൊടുക്കാൻ ഫോഴ്സ് ചെയ്തു. അങ്ങനെ ഫോഴ്സ് ചെയ്തതിന്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കില്ല എന്ന് മനസ്സിലായപ്പോ ഏതോ മീഡിയ വഴി വോയിസ് ലീക്ക് ചെയ്തു, ഏതോ മെസ്സഞ്ചർ വഴി ആൾക്കാർക്ക് വോയിസ് അയച്ചു കൊടുത്തു. ഏത് മീഡിയ ഏത് വോയിസ്? ചേച്ചി പറയുന്ന മീഡിയ ഞാനാണ് വന്ന് സംസാരിച്ചത്, ഞാൻ മീഡിയ അല്ല. എന്റെ പേര് കുക്കുന്നാണ്. ഞാനത് വീണ്ടും പറയാം, ഞാൻ അന്നും വന്ന് പറഞ്ഞിരുന്നു. അന്ന് ഞാൻ സംസാരിച്ചത് ആക്ച്വലി സ്പീക്കിംഗ് എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി മാത്രമല്ല. ഞാൻ അന്നത്തെ എന്റെ ഒരു ഇന്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന XOR ആ ഒരു പ്രമുഖ നടൻ അല്ലെങ്കിൽ ഒരു ക്രിമിനലിനെ എക്സ്പോസ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടെ ഞാൻ കുറെ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടുള്ളവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അല്ലാതെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ ഒരു പോയിന്റ് മാത്രമായിരുന്നു എലിസബത്ത് ചേച്ചി. അല്ലാതെ എലിസബത്ത് ചേച്ചിയെ വെച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമല്ല. എലിസബത്ത് ചേച്ചി ആയിരുന്നില്ല എന്റെ ടോപ്പിക്ക്. അപ്പോ എങ്കിലും ഞാൻ ചെയ്ത തെറ്റാണ്. എലിസബത്ത് ചേച്ചിയുടെ കാര്യം ഞാൻ എക്സ്പോസ് ചെയ്തു, ഞാൻ വന്ന് പറഞ്ഞു. പക്ഷെ ഇതൊക്കെ പുള്ളിക്കാരി പെട്ടെന്ന് ട്രിഗേർഡ് ആവാൻ കാരണം അഭിരാമി ചേച്ചിയുടെ ഒരു വീഡിയോ കാരണമാണ്, അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ ഒരു കമന്റ് കാരണമാണ്. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരി പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. കഴിഞ്ഞ 14 വർഷമായിട്ട് ഞങ്ങൾക്ക് കിട്ടാത്ത നീതി ഈ കഴിഞ്ഞ 2 വർഷങ്ങളുണ്ട് ചേച്ചിക്ക് കിട്ടിയത് എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതിന് സന്തോഷമുണ്ടെന്നാണ് പറയുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടല്ലേ പറഞ്ഞേ. അത് ചേച്ചിക്ക് അവർ ഇത്രയും 14 വർഷമായിട്ട് ആക്ച്വലി അവർ പറഞ്ഞാൽ എന്താ തെറ്റ്? കഴിഞ്ഞ 14 വർഷമായിട്ട് അവരിന്റെ പുറകെ കിടക്കുന്ന ആൾക്കാരെ അറ്റ്ലീസ്റ്റ് ചേച്ചിക്ക് ഒരു സോഷ്യൽ മീഡിയ സപ്പോർട്ട് ഉണ്ട്, ആൾക്കാരുണ്ട്, ഞങ്ങളുടെ കൂടെയാണ്. പക്ഷെ ഇവരൊരു കേസിൽ വരുവാണെങ്കിൽ ഇവർക്ക് അത് വേണം. ഇവർ സ്വത്തിന് വേണ്ടി പോയോളാ, ഇവർ മറ്റോളാ, ഇവർ മറിച്ചോളാന്ന് പറയുന്ന ഒരു കൂട്ടം ജനങ്ങൾ അന്ന് അവർ പിച്ച് ചീന്തി വരുന്നു. അന്ന് അവർക്ക് വേണ്ടി സംസാരിക്കാനൊന്നും ആരുമില്ലായിരുന്നു. ഞാൻ പോലും ആണ് വന്നെങ്കിൽ പോലും ഞാൻ ആ പാപ്പുവിന്റെ ഒരു സീൻ കാരണം ഞാൻ വന്ന് സംസാരിച്ചു. അതിന് മുമ്പ് പോലും ആരും അവർക്ക് വേണ്ടി സംസാരിക്കാനോ സത്യം പറയാനോ ഉണ്ടായിട്ടില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. അപ്പൊ നമ്മളത് പിന്നെ എടുത്തു വെച്ചിട്ട് ഇതാക്കി ബാഡാക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇപ്പൊ ചേച്ചി അറിഞ്ഞോ അറിയാതെ എവിടെയൊക്കെയോ അമൃത ചേച്ചിയെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന സാഹചര്യങ്ങളിൽ ചേച്ചി ഉണ്ടായിരുന്ന ഒരാളാണ്. ചേച്ചി മനഃപൂർവ്വം ചെയ്തതെന്ന് ഞാൻ പറയുന്നത് ചേച്ചിയുടെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ചേച്ചിയും അതില് ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലേ? അല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്നിട്ടും ഇങ്ങനൊരു അലിഗേഷൻസ് വരുമ്പോൾ, അതായത് ഓൾറെഡി അവർ 14 വർഷം എന്താ പറയാ കുറെ കാര്യങ്ങൾ അവർ ഫേസ് ചെയ്ത ആൾക്കാരാണ്. അവർ ചെയ്യാത്ത കാര്യങ്ങൾക്കും കുറെ സൈബർ ബുള്ളിങ് ഏറ്റെടുത്ത ആൾക്കാരാണ്. ഇപ്പൊ പിന്നെയും അവരെ നമ്മൾ ഇട്ടുകൊടുത്ത പോലെ സീൻ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇതിന്റെ സത്യാവസ്ഥ അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാവും ചേച്ചി എന്താണ് പറഞ്ഞത്, എന്താണ് ഉണ്ടായിരുന്നത്. പക്ഷെ കാണുന്നവരങ്ങനെയല്ല വിചാരിക്കുന്നത്. മറ്റേ വയ്യാതെ കിടന്ന എലിസബത്ത് ജെന്യൂൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം അവള് മറ്റേ മീഡിയ വഴി ഇവിടെ എടുത്ത് പുറത്തിട്ടു. ഒരു സാധനം എവിടെയും വന്നിട്ടില്ല. ഇപ്പൊ ചേച്ചി പറഞ്ഞാലും ഓടി ഏത് മീഡിയ ഏത് ഇവിടെ വന്നു, ഞാൻ വന്ന് പറഞ്ഞൊരു കാര്യമില്ലാതെ എവിടെ ഒരു കാര്യം മോശമായിട്ട് വന്നിട്ടില്ല. അവിടെ ഞാൻ എന്നെ എക്സ്പോസ് ചെയ്ത് സംസാരിക്കുക ചെയ്ത് എനിക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഇതിപ്പോ നിങ്ങൾക്കൊക്കെ അറിയാം, ആ ഒരു വ്യക്തി, ആ ഒരു പ്രമുഖ നടൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ഞാൻ എഗെയിൻസ്റ്റ് എന്ന് സംസാരിക്കുന്ന ആൾ എത്ര പവർഫുൾ ആയിട്ടുള്ള ആളാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരാളുടെ വീട്ടിൽ തോക്കൊക്കെ ആയിട്ട് പോയി സംസാരിക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അയാളുടെ ഒരു പവർ അത് വേറെ ലെവലാണ്. അപ്പൊ എന്നെ പോലെ വേറെ ഒരു ചെള്ളു പെണ്ണ് വന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന നാളെ എന്റെ നെഞ്ചത്ത് എന്റെ ഫാമിലിക്ക് ഉണ്ടാവാൻ പോകുന്നതായിരിക്കും. നാളെ എനിക്ക് വെടികൊണ്ട് ഞാൻ ചാവായിരിക്കാം. ഇപ്പൊ ചേച്ചി ഇപ്പൊ ഈ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ചേച്ചി മറ്റേ വണ്ടി എന്തോ സീനൊക്കെ ആയി ആരോ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ ചേച്ചി പറഞ്ഞൊരു സിറ്റുവേഷൻ ആണ്. അന്ന് ഞാൻ എന്റെ ജീവൻ പോലും പറയാൻ വെച്ചിട്ടാണ് ഞാൻ വന്ന് ഇങ്ങനെ ഒരു അലിഗേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം സത്യാവസ്ഥ ഞാൻ വന്ന് വിളിച്ചു പറയുന്നത്. അങ്ങനെ ഞാൻ വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് റാൻഡമായിട്ടൊരു എന്താ പറയാ എലിസബത്ത് ദേയെ പറ്റിയോ അമൃത സുരേഷിനെ പറ്റിയോ ചിന്തിച്ചിട്ട് മാത്രമല്ല,
നാളെ ഒരു പെൺകുട്ടി, അത് ചേച്ചിയുടെ വീഡിയോയിൽ ഇപ്പൊ വന്ന് പറയുന്നത്, എന്നോ ഞാനോ അനുഭവിച്ചു, ഇനി വേറൊരാൾക്ക് ഈ ഒരു ഗതി വരണ്ടാന്ന് ഓർത്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ചേച്ചി പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം ഞാൻ അമ്മയെ ചിന്തിച്ചു, നാളെ ഒരാൾക്ക് ആ ഒരു സിറ്റുവേഷൻ വരണ്ടാന്ന് ഓർത്തിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ ആ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതിനകത്ത് ഞാൻ അവിടെ ഇവിടെ തൊടാതെയാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇപ്പൊ ചേച്ചി അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്, മറ്റേ ഞാനത് വീണ്ടും പറയുന്നില്ല. പക്ഷെ അതിനകത്ത് മുൻപാടിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടുതലും സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് അത് എലിസബത്താണോ അമൃതയാണോ എന്ന് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയും കുറെ കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് കുറെ വേറെ ന്യൂസ് വരികയും ഒക്കെ ചെയ്തിട്ടുള്ള സാധനം. അത് നിങ്ങൾ വീഡിയോ എടുത്ത് കണ്ട വീണ്ടും മനസ്സിലാവും. അതായത് എലിസബത്ത് ഉദയൻ എന്ന് പറയുന്ന ഒരാളെ പറ്റി, അല്ലെങ്കിൽ ചേച്ചി ആയിരുന്നില്ല എന്റെ വിഷയം. എന്റെ വിഷയം ഒരു ക്രിമിനലിനെ എക്സ്പോസ് ചെയ്യുക, അതാണ് എന്റെ മോട്ടീവായിട്ട് ഞാൻ അന്ന് കണ്ടത്. അത് ഇപ്പൊ ചേച്ചി പ്രൈവസി ബ്രീച്ചിങ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ എന്റെ മുമ്പ് ഒരു ക്രൈം നടക്കുന്നു, എന്റെ മുമ്പ് ഒരു പെങ്കൊച്ചിനെ ഇട്ട് റേപ്പ് ചെയ്യുന്നു, അത് അവർ പ്രൈവസി ബ്രീച്ചിങ് അല്ലേ, എന്നാ പിന്നെ ഞാൻ അവരെ പോയേക്കാവുന്നതാണ് ഞാൻ ഓർക്കുന്നത്. പോലീസിനെ വിളിക്കാൻ ലക്ഷ്യം എന്താ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? ആക്ച്വലി ഒരു ക്രിമിനലിനെ നമുക്ക് എക്സ്പോസ് ചെയ്യുക, അതാണല്ലോ നിങ്ങളുടെ ലക്ഷ്യം. ഇതിപ്പോ വിഷയത്തിന്റെ പിന്നെ പറയുക. ഇപ്പൊ മെയിൻ ആയിട്ടുള്ള എന്താ പറയാ, മറ്റേ ചെന്നായി അവിടെ ഇരിക്കുക, ആട്ടുകുട്ടികൾ തമ്മിൽ ഇവിടെ പരസ്പരം കടികൂടി മറ്റേ ചോരയൊക്കെ ചീറ്റ് നിൽക്കുക, അങ്ങോട്ടും കടികൂടി ചോരയൊക്കെ ചീറ്റ് മറ്റേ ചാവാറായിട്ട് നിൽക്കുമ്പോ ചെന്നായി കേൾപ്പോ വന്ന് അറ്റാക്ക് ചെയ്യുക. ഇതിപ്പോ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. അഭിചേച്ചി വളരെ ഒരുപക്ഷെ എന്റെ ആ ഒരു വീഡിയോ ഏത് നശിച്ച സമയത്താണ് ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയെന്ന് എനിക്ക് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോ ചെയ്തതിൽ എനിക്ക് ഗിഫ്റ്റില്ല, പക്ഷെ ചേച്ചിയുടെ പേരെടുത്തിട്ടതിൽ എനിക്ക് വളരെ ഗിഫ്റ്റ് ഉണ്ട്. അതായത് ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ ആ വീഡിയോ ചേച്ചിയുടെ ഇട്ടില്ലായിരുന്നെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് വരുന്നു. അപ്പൊ നീ ഇതിനകത്ത് എടുത്തിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് ആ സാഹചര്യത്തിൽ എനിക്ക് ഇട്ടേ പറ്റത്തുള്ളായിരുന്നു. കാരണം അത് വേറെ ഓപ്ഷൻ ഞങ്ങളുടെ മുമ്പിൽ ഇല്ല. കാരണം ഞാൻ അത്രമാത്രം ഈ ഒരു സീൻ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു മാസം ആ ഒരു സമയത്തെ വീട്ടിലെ അന്തരീക്ഷം നിങ്ങൾക്ക് ആർക്കും അറിയാത്തോണ്ട് ഒരു മാസം ആ കുഞ്ഞ് സ്കൂളിൽ പോയിട്ടില്ല, ഞങ്ങൾ ആരും പണിക്ക് പോയിട്ടില്ല. 3 പെണ്ണുങ്ങൾ ആ ഒരു വീട്ടിൽ കിടന്ന് അവർ അനുഭവിക്കുക. ഇത് കണ്ടോണ്ടിരിക്കുന്ന ആൾ ഞാൻ. ആ അമ്മയെ പറ്റി നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ അമ്മ എന്ന് പറയുന്ന ആള് അൺഎക്സ്പെക്ടഡ് ആയിട്ട് അച്ഛൻ മരിക്കുന്നത്. അച്ഛന്റെ ആ ഒരു മരണം പോലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും എടുത്തു വെച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതിനകത്ത് എലിസബത്ത് ചേച്ചിയെ മോശമായിട്ട് ഒരു രീതിയിലാണ്. എലിസബത്ത് ചേച്ചി വളരെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ പറയുന്നത്, നാളെ എനിക്കോ എന്റെ അമൃത ചേച്ചിക്കോ എന്റെ എലിസബത്ത് ചേച്ചിക്കോ തന്നെ ഞാൻ അതിനകത്ത് പറയുന്നത്, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന് കാരണക്കാരൻ ഈ പറയുന്ന പ്രമുഖ നടനായിരിക്കും. ഞങ്ങൾക്കെതിരെ എന്ത് അലിഗേഷൻസ് വന്നാലും അതിന് പുറകിൽ ഈ നടനായിരിക്കും. കാരണം ഇങ്ങനൊരു സംഭവം ചെയ്തു. അങ്ങനെയാണ് നമ്മൾ സേഫ് ചെയ്തിട്ടാണ് സംസാരിച്ചത്. ഉള്ള കാര്യം സത്യം പോലെ പറയണമല്ലോ. അതിനകത്ത് പുള്ളിക്കാരെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കി. പ്രശ്നമുണ്ട്. എലിസബത്ത് ചേച്ചിക്കാണെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല. പുള്ളിക്കാരിക്ക് പേടിയാണ് ഇതിനെപ്പറ്റി പറയാൻ വേണ്ടി. ആ സാഹചര്യത്തിലാണ് ഞാൻ വന്ന് വീഡിയോ പറയുന്നത്. അത് പാപ്പുവിന്റെ ഒരു സീൻ നടക്കുന്നതുകൊണ്ട് മാത്രം ഈ വീഡിയോ എടുത്ത് ഞാൻ ഇട്ടാലും ഞാൻ ഇടത്തില്ല. എനിക്കിത് എടുത്തു വന്ന് പറയേണ്ട കാര്യമില്ലായിരുന്നു. ഓൾറെഡി ഒരു പെണ്ണ് ഇതിനെപ്പറ്റി അനുഭവിച്ചു, വേറൊരു പെണ്ണ് ആ സാധനം പിന്നെ അവൾ അത് ആ വഴി കൂടെ പോയി. ഇനി നാളെ നാളെ എന്റെ കുടുംബത്തിൽ നിന്നാണ് ഒരു പെണ്ണ് പോകുന്നതെങ്കിലോ എനിക്കറിയത്തില്ലല്ലോ. നാളെ എന്റെ വേറൊരു കഥ വന്നിട്ട് പറയും എന്റെ കല്യാണമൊക്കെ സെറ്റായി, ആരാ ഈ പ്രമുഖ നടനുമായിട്ടാ, തീർന്നില്ലേ? അവിടെ ചെയ്ത് എവിടെ പോകുന്ന എനിക്കറിയാം. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കും, നമ്മൾ പേടിക്കും. ഞാനൊരു പെണ്ണാണ്, എന്റെ വീട്ടിലും പെൺപിള്ളേർ വളർന്നു വരുന്നുണ്ട്. ഞാൻ കുറെ സംഭവങ്ങൾ കഴിഞ്ഞിട്ട് വരുന്ന ആളാണ്. അപ്പൊ നമുക്ക് ആ ഒരു സംഭവം ട്രോമ നമ്മുടെ ട്രിഗേർഡ് ആവും. ആ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഇവിടെ ഞാൻ വീണ്ടും പറയും, ഇത് ഞാൻ ചേച്ചി കുറ്റപ്പെടുത്തുന്നത് ബാഡായിട്ട് പറയാനുമായിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ അല്ല. എന്റെ ഒരു ഫ്രസ്ട്രേഷനും വിഷമമാണ് ഞാൻ ഇതിലേക്കൂടെ പറയുന്നത്. അഭിചേച്ചിയൊക്കെ വളരെ നല്ല ഉദ്ദേശത്തോടു കൂടെ നിങ്ങളെപ്പറ്റി നല്ലത് മാത്രമേ ഇതിലെല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളെപ്പറ്റി ഇച്ചിപ്പോ ഒരു വാക്ക് മോശമായിട്ട് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അത് ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്നോ മാറുമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇതിനൊക്കെ കാരണക്കാരി വീണ്ടും ഞാനാണല്ലോ നോക്കുമ്പോൾ എനിക്ക് വീണ്ടും എന്നോ ഓർത്തിട്ട് എനിക്ക് പേടി. ആക്ച്വലി പറയാം, ഞാൻ കുറച്ച് ചാരിറ്റി ഒക്കെ ചെയ്ത്, ഞാൻ കുറച്ച് സോഷ്യൽ സർവീസ് ഒക്കെ ചെയ്തു പോകുന്ന ഒരാളാണ്. അപ്പം ഇതാണ് നമ്മുടെ പുള്ളിക്കാരി എലിസബത്ത് ഉദയനുമായിട്ടുള്ള ആ ഒരു കാര്യം, അന്ന് റിവീൽ ചെയ്ത കാര്യം. ഈ ഒരു പുള്ളിക്കാരിയാണല്ലോ യഥാർത്ഥത്തിൽ ആ ഒരു സംഭവത്തിന് എന്ന് വെച്ചാൽ ഈ ഒരു ഇഷ്യൂ നടന്ന സമയത്തിൽ ആദ്യമായിട്ട് എലിസബത്തിന് ഇത്തരത്തിൽ ഒരു പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് പറഞ്ഞത് ഈ ഒരു കുക്കു തന്നെയാണ്. അതിലൂടെ തന്നെയാണ് നമ്മൾ എല്ലാവരും അറിഞ്ഞത്. ശരിക്കും അന്ന് ഇത് കേട്ടപ്പോൾ വളരെ ഷോക്കിംഗ് ന്യൂസ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു സംഭവമായിരുന്നില്ലേ അന്ന്. എലിസബത്ത് ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു, അല്ലെങ്കിൽ എന്താ പറയുക, ബെഡ്റൂം വീഡിയോസ് ഒക്കെ കുക്കു പറഞ്ഞ കാര്യങ്ങൾ വെച്ച് തന്നെയാണ് നമുക്ക് ഇത്തരത്തിൽ എലിസബത്ത് ഇതൊക്കെ അതിജീവിച്ച് വന്നതാണോ എന്നൊക്കെ നമുക്ക് അതിശയമായിപ്പോയി. ശരിക്കും അതിനെക്കുറിച്ചുള്ള എന്താണ്, അല്ലെങ്കിൽ അന്ന് ആ പറയാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ കുക്കു ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതും. അതോടൊപ്പം തന്നെ എലിസബത്തിനോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. കാരണം പെർമിഷൻ ഇല്ലാതെ ചെയ്തത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ അമൃത സുരേഷിനോ അല്ലെങ്കിൽ അഭിരാമി സുരേഷിനോ യാതൊരുവിധ അറിവുമില്ല എന്ന് പുള്ളിക്കാരി എടുത്ത് പറയുന്നുണ്ട്. അമൃത സുരേഷ് അല്ലെങ്കിൽ എലിസബത്ത് ഉദയൻ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോരാടാതെ ഒരുമിച്ച് നിന്നുകൊണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾ നേരിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്തിട്ട് ഈ എലിസബത്ത് ആ ഒരു വ്യക്തിക്കെതിരെ ലീഗലി മൂവ് ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ജീവന് ഭീഷണിയായിട്ടിരിക്കുന്നത് എലിസബത്ത് തന്നെയാണ്. ഈ ഒരു കാര്യം അമൃത സുരേഷ് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഓൾമോസ്റ്റ് എല്ലാവരും അമൃത സുരേഷിന് സപ്പോർട്ട് ഉണ്ടാവുമായിരുന്നു. അതിൽ ഒരു സംശയം വേണ്ട.
ഇത്രയും താമസിച്ചതിന് ശേഷം മകൾ പറഞ്ഞതിന് പിന്നാലെയാണ് അമൃത താൻ അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ചെല്ലാം തുറന്നു പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് അത് പറയാത്തത് എന്നുള്ളത് ഇപ്പൊ കുക്കു ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കാരണം അവരുടെ ആ ഒരു ലീഗൽ റൈറ്റ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു, ഇത്തരത്തിൽ പരസ്പരം റിവീൽ ചെയ്യരുത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അത് മകളെ ബാധിക്കും. അപ്പൊ മകളെ ബാധിക്കുന്നത് കൊണ്ട് മാത്രമാണ് അമൃത ഇത്രയും നാളും അത് പറയാതിരുന്നതും. എന്നാൽ ഒടുവിൽ അത് പറയേണ്ട ഒരു അവസ്ഥ വന്നത്. എന്നാൽ എലിസബത്തോ ഈ ഒരു സമയത്താണ് എല്ലാം തുറന്നു പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെ ഇത് റിവീൽ ചെയ്യേണ്ടതായിരുന്നു. ഇത്രയും ലേറ്റ് ആയിട്ട് അത് റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നേ ഈ ഒരു വ്യക്തിയുടെ മുഖം മൂടി പുറം ലോകം അറിയുമായിരുന്നു. ഇപ്പൊ ഏകദേശം എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യക്തിയുടെ വീഡിയോയുടെ താഴെ പോയി നോക്കിയാൽ നിറച്ചും വിമർശന കമന്റുകൾ തന്നെയാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യക്തിയെ ഇപ്പോഴത്തെ കേരളത്തിലുള്ള മലയാളികൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നതിനുള്ള ഉദാഹരണം തന്നെയാണ് ആ വ്യക്തിയുടെ വീഡിയോയ്ക്കടിയിൽ. എന്തൊക്കെ ആശംസകളും വിശ്വാസം കൊണ്ട് വന്നാലും ശരി, ഒരു രീതിയിലുള്ള പോസിറ്റീവ് കമന്റും ആ ഒരു ചാനലിൽ അല്ലെങ്കിൽ ആ ഒരു വീഡിയോയ്ക്ക് താഴെ വരുന്നില്ല. അതാണ് സത്യം. എന്തായാലും ഈ ഒരു പോരാട്ടം ഏതുവരെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം.